സ്വന്തം വോയിസിൽ ഓഡിയോ കൊടുത്തിട്ട് യൂട്യൂബിലൊരു വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടാണ് രാവിലെ എഴുതിച്ചിട്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ 7 മണിക്ക് മുമ്പാണ്, കുറച്ച് 7 മണി ആയില്ല, അതിന് മുമ്പ് എണീറ്റിട്ട് ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണിത്. ഈ ബാൽക്കണിയിലെ വ്യൂ എടുത്ത് പിന്നെ അച്ഛനും ഹസ്ബൻഡും മോളും കൂടെ റെഡിയായി ഇത് അമ്പലത്തിൽ പോവുകയാണ് രാവിലെ. നമ്മുടെ ശ്രീവരാഹത്താണ് താമസിക്കുന്നത്. അപ്പോൾ ശ്രീവരാഹത്തിൻ്റെ അടുത്ത് കുളത്തിൻ്റെ കരയിലുള്ളൊരു അമ്പലത്തിലാണ് ആദ്യം പോണത്. അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി 3-4 അമ്പലത്തിൽ നിന്ന് പോകുന്നുണ്ട് രാവിലെ. തിരുവോണ നക്ഷത്രമായതുകൊണ്ട് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെയാണ് ഈ അമ്പലങ്ങളിലൊക്കെ രാവിലെ പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ രാവിലെ ആദ്യത്തെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി. ഇവിടെ വരുമ്പോഴത്തേക്ക് മോൾക്ക് എപ്പോഴും ഈ കുളത്തിൽ മീനിനെ കാണണം. അതിൻ്റെ മീനിൻ്റെ പൊരിയൊക്കെ മേടിച്ചിട്ട് കൊടുക്കും കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അതിന് നോക്കിയിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അതും തൊട്ടപ്പുറത്ത് തന്നെയാണ്, കുളത്തിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് ആ അമ്പലവും ഉള്ളത്. ആ അമ്പലത്തിലും പോയി അവിടെയും തൊഴുത് വഴിപാടിനെയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി 3-ാമത്തെ അമ്പലത്തിലോട്ട് വന്നു. 3-ാമത്തെ അമ്പലം എന്ന് പറയുന്നത് ശാസ്താംകോവിലാണ്. അത് ശ്രീവരാംകുളത്തിൻ്റെ അല്ല, കുറച്ചപ്പുറത്ത്. ഇത് 4-ാമത് മുരുകൻ കോവിലാണ് വന്നത്. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ പേരിലും കൂടെ ഒരു അർച്ചനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുരുകൻ്റെ അമ്പലത്തിലും കൂടെ വന്നത്. മുരുകൻ്റെ അമ്പലത്തിലും തൊഴുതിട്ട് നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചൂട് പുട്ടാകാമെന്ന് വിചാരിച്ചു. മോക്കൊരു ദോശയും ചുട്ട് കുറച്ച് ചൂട് പുട്ടും ഉണ്ടാക്കി, അരിപ്പുട്ടും ഉണ്ടാക്കി. കടലക്കറി, തലേ ദിവസത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അരിപ്പുട്ടും കടലക്കറിയും കഴിച്ചിട്ട് നേരെ ഓഫീസിൽ പോയി. ഞങ്ങളുടെ സ്വന്തം ഓഫീസാണ്, നമുക്ക് ബിസിനസ്സാണ്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് അല്ലറ ചില്ലറ പണികൾ ചെയ്യാനുണ്ട്, അതും ചെയ്തു. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ബാങ്കിൽ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ചോറും ചാളമീനായിരുന്നു പൊരിച്ചതും വെച്ച് ചോറുണ്ട് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാൻ പോയതൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനൊന്നും സമയം കിട്ടിയില്ല. അവളാണെങ്കിൽ രാവിലെ തൊട്ട് ചെറിയൊരു കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം പോകാൻ നിർത്തുക, അതിൻ്റെ ഒരു ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് മോളെയും കൊണ്ടൊരു കടയിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ഓഫീസിൽ തന്നെ വന്നു. ഇതും ഗോഡൗണാണ്. ഓഫീസിൽ കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വൃത്തിയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അവൾ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാറായി. അപ്പോൾ അതിന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോയതാണ്. സ്കൂളിൽ നിന്ന് നേരെ കടയിൽ പോയിട്ട് ഇവിടെയാണ് വിളിച്ചുകൊണ്ടത്. ഇവിടുത്തെ ജോലികളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി വൈകുന്നേരം സ്കൂളിൽ വിടുന്ന ദോശ കഴിക്കും. ആ ദോശയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രി ഫ്രഷായി കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും പൂരിയും മസാലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസാലയ്ക്കുള്ള ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെച്ചു. ഇത് അടുത്ത ദിവസം രാവിലത്തേക്ക് അപ്പത്തിന് അരച്ചതാണ്. മാവിന് പൊടിമാവ് വാങ്ങാൻ കിട്ടില്ല. ആ മാവ് മേടിച്ചിട്ട് നമ്മൾ അതിനകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് വെജിറ്റബിൾസ് അരിയാനുണ്ടായിരുന്നു. അതായത് പത്തങ്ങ പച്ചടിയൊക്കെ അടുത്ത ദിവസത്തേക്ക് അരിയാനുണ്ടായിരുന്നു. അതും കട്ട് ചെയ്ത് വൃത്തിയാക്കി വയ്ക്കാനായിട്ടാണ് എടുത്തത്. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും പറ്റിയില്ല. കാരണം ഇവിടെ കുറച്ച് പണിയും മോൾ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കട്ട് ചെയ്തതിനൊന്നും പറ്റിയില്ല. ബാക്കി ആ ബഹളവും അവളുടെ കരച്ചിലൊക്കെ തീർത്ത് കഴിഞ്ഞ ശേഷം അവൾക്ക് ആഹാരം കൊടുത്തു. മാഗി മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ച് മാഗിയും കൊടുത്ത് മാഗി റെഡിയാക്കി അതിന് അടുത്തുനിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറക്കം രാത്രി ആയത്. ബഹളം വെച്ചിട്ട് അപ്പൂപ്പൻ്റെ ഫോണാണ് മേടിച്ച് വെച്ചിരുന്നത്. നമ്മുടെ ഒന്നും ഫോണിൽ സൗണ്ടില്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ്റെ ഫോൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 10 മണിയൊക്കെ അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട്